ഒരു പാർട്ടി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സാധാരണയായി അതിനൊരു ഘടന പിറവിയെടുക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഘടന മുന്നേ ഉണ്ടായിരുന്നു. പാർട്ടി അതിൻ്റെ ഔദ്യോഗിക രൂപം മാത്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് തങ്ങൾക്ക് വളരെ പരിചിതമായൊരു സിസ്റ്റം ഒരു രാഷ്ട്രീയ പാർട്ടിയായി തമിഴർക്ക് മുന്നിൽ രൂപാന്തരപ്പെട്ടു. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா, மக்களை நேசிக்கிற விஜய் வேணுமா? அவ்வளவுதான் இந்த தேர்தலே. உங்க விஜய்க்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க பிள்ளைக்கு ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ ശക്തി വലിയ റാലികളിലോ വൻ പ്രസംഗങ്ങളിലോ പ്രഖ്യാപനങ്ങളിലോ മാത്രമായിരുന്നില്ല. അത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം, പ്രാദേശിക നേതൃ സംവിധാനം, ഡിജിറ്റൽ ആശയവിനിമയം, സിനിമയിലൂടെ രൂപപ്പെട്ട വൈകാരിക ബന്ധം എന്നിവയിലൂടെയുമായിരുന്നു. ഈ ഘടകങ്ങൾ ഒറ്റയ്ക്കൊരിക്കലും വലിയ ശക്തിയാകില്ല. എന്നാൽ ഇവ ഒരുമിച്ചാൽ അതൊരു ഹൈബ്രിഡ് രാഷ്ട്രീയ മോഡലായി മാറും. അതിൽ സ്റ്റാർ ഇമേജ് ഒരു വാതിൽ തുറക്കും. പക്ഷേ ആ വാതിലൂടെ പ്രവേശിക്കുന്നത് സ്റ്റാർ അല്ല, സംഘടനയാണ്. ഇതുകൊണ്ട് തന്നെ വിജയുടെ ഉദയത്തെ ഒരു അപ്രതീക്ഷിത രാഷ്ട്രീയ ഞെട്ടലായി കാണുന്നത് തെറ്റായ ചിന്തയാണ്. അതൊരു ദീർഘകാല പ്രക്രിയയുടെ ഫലമാണ്.